എബി, വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ആ വിധി ദിനം വന്നെത്തിയിരിക്കുകയാണ്. മുൻ ഉദുമ MLA-യും CPM-ന്റെ ഏരിയ ലോക്കൽ സെക്രട്ടറിമാരും അടക്കം നിരവധി പ്രതികൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കേസ് കൂടിയാണത്. ഈ പ്രതികളെ ഇപ്പോൾ കോടതിയിൽ എത്തിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കോടതി നടപടികൾ ആരംഭിച്ചുവോ? എന്തെല്ലാമാണ് കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ? അതിലെ കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതികളെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ ഏതാണ്ട് 9:45 തന്നെ ജഡ്ജി ഈ കോടതിയിലേക്ക് എത്തുന്ന സാഹചര്യം. ജഡ്ജി N. ശേഷാദ്രിനാഥാണ് ഈ കേസിൽ വിധി പറയുന്നത്. അദ്ദേഹം രാവിലെ 9:45 തന്നെ കോടതിയിലെത്തി. പ്രതികളെയും രാവിലെ തന്നെ കോടതിയിൽ എത്തിച്ചിരുന്നു. തുടർന്ന് വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ പ്രതികളെ കോടതിയിലേക്ക് എത്തിച്ചത്. തുടർന്ന് അവരെ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഈ കേസിന്റെ വിചാരണ കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ നടന്നിരുന്നു. അത് പൂർത്തിയാവുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് നേരിട്ട് വിധിപ്രസ്താവത്തിലേക്കായിരിക്കും കടക്കുക. വിധിപ്രസ്താവം എന്ന് പറയുമ്പോൾ ഈ പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുണ്ടാവും. അങ്ങനെ ഒരു വിധി ഉണ്ടാവും. പിന്നീട് ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനുശേഷമായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു ദിവസമായിരിക്കും പറയുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. അല്പസമയത്തിനകം തന്നെ എന്തായാലും ഈ കേസിൽ വിധിപ്രസ്താവം ഉണ്ടാവും എന്നുള്ളതാണ്. ഒന്നാം പ്രതിയായിട്ടുള്ള 1 മുതൽ 8 വരെ പ്രതികൾ, അവരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ്. അവർക്കെതിരെയാണ് ഈ കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ബാക്കി വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു CBIയുടെ കണ്ടെത്തൽ. ഈ കേസിന്റെ നാൾവഴികൾ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം ഒരു വലിയ പ്രതിസന്ധി, ഈ TP വധത്തിന് ശേഷം CPM-നെ ഇത്രമാത്രം പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള, CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള മറ്റൊരു കേസ് അല്ലെങ്കിൽ വളരെ ചുരുക്കം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അത്രമാത്രം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഏതാണ്ട് 6 വർഷം നീണ്ട നടപടികൾ, നിയമ പോരാട്ടം തന്നെയായിരുന്നു. ഈ കേസിന്റെ ആദ്യഘട്ടത്തിലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. പക്ഷേ ആ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ള ഒരു വിമർശനം തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസിലെ പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ള വിഷയം കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുല്യായി പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ളത് കോടതി പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട. പ്രതികൾ എല്ലാവരും കുറ്റക്കാരാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയുള്ള പ്രതികരണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. CBI കോടതിയാണ് ഇത്തരത്തിലൊരു ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്ക് നൽകാനുള്ളത്. മുൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു, CBI കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിർണായകമായിട്ടുള്ള ഒരു വിധി, അതിനുവേണ്ടി കേരളം കാതോർത്തിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിധി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. മുൻ MLA കുറ്റക്കാരനാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രതികളായി വന്നിട്ടുള്ള 14 പേർ കുറ്റക്കാരാണ് എന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുന്നു. 14 പേര് ഈ പെരിയ കേസിലെ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ളതാണ് കോടതിയുടെ കാര്യം എന്ന് പറയുന്നത്. മുൻ MLA ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരനായിരിക്കുന്നു, അല്ലെങ്കിൽ കുറ്റമുക്തനല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കേരളം കാത്തിരുന്ന ഒരു വിധി, 6 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടം നടത്തിയിട്ട് അതിനുശേഷം ഉണ്ടാകുന്ന വിധിയാണ്. ആ വിധിയിലാണ് ഇത്തരത്തിൽ ഒരു നിർണായകമായിട്ടുള്ള വിധി കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. മാസങ്ങളായി നീണ്ട വിചാരണ നടപടികൾ, അതിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുന്നു. തുടർന്ന് കോടതി വ്യവഹാരങ്ങൾ, തുടർച്ചയായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ, CBI അന്വേഷണം വേണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം, അതിനെതിരെ സർക്കാർ നടത്തിയിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ, അതൊക്കെ തന്നെയും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. ആ ഘട്ടത്തിൽ എന്തായാലും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ കേസിൽ ഇന്നിപ്പോൾ CBI കോടതി വിധി പറഞ്ഞിരിക്കുന്നു. CBIക്ക് കേസ് കൊടുക്കുന്നത് പോലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള നിയമ പോരാട്ടം ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് സുപ്രീം കോടതി വരെ ഇതുമായി ബന്ധപ്പെട്ട് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുക. ഇവരെല്ലാവരും 14 പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് പറയാൻ കഴിയുക. 24 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത് എന്നുള്ളതാണ്. ഈ 14 പ്രതികൾ ഗൂഢാലോചനയിലും കൊലപാതകത്തിലും നേരിട്ട് പങ്കെടുത്തിയ ആളുകൾ
തന്നെയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 പ്രതികൾ കുറ്റവിമുക്തരാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. 24 പ്രതികളിൽ 14 പ്രതികൾ കുറ്റക്കാരാവുകയും 10 പ്രതികളെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിരിക്കുന്നു കോടതി. മുൻ MLA KV കുഞ്ഞിരാമൻ കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരനാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു നിർണായകമായിട്ടുള്ള വിധി കൊച്ചി CBI കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പെരിയ ഇരട്ടക്കൊലപാതകം കേരള രാഷ്ട്രീയത്തിൽ അത്രമാത്രം വലിയ കളങ്കം വീഴ്ത്തിയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് എന്നുള്ള തർക്കമില്ല. കാരണം യുവാക്കളായിട്ടുള്ള 2 പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ കേസ്, അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ്. CPIM-നെ ഭരണപക്ഷിയെ ഇത്രമാത്രം പ്രതിയാക്കിയിട്ടുള്ള ഒരു കേസ് ഈ അടുത്ത കാലത്ത് ഇല്ല എന്ന് തന്നെ പറയാം. കൃത്യമായും 2019 ഈ കേസ് ഉണ്ടാകുന്നത്. ഫെബ്രുവരി മാസത്തിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 6 വർഷം പൂർത്തിയാകാതിരിക്കുന്ന ഘട്ടത്തിലാണ് കേസിൽ നിർണായകമായിട്ടുള്ള വിധി വന്നിരിക്കുന്നത്. CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും CBI കണ്ടെത്തിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ തന്നെ കോടതി അത് അംഗീകരിക്കുന്നു. കോടതി ആ കണ്ടെത്തലുകൾ ശരിവെക്കുന്നു എന്നുള്ളതാണ്. സർക്കാരിന് ഈ വിധി എത്രമാത്രം വലിയ തിരിച്ചടിയാണ് നൽകുന്നത് എന്നുള്ളതാണ് ഇനി വരും നിമിഷങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ കേസിന്റെ അന്വേഷണം CBIക്ക് നൽകണമെന്നുള്ള ആവശ്യം കുടുംബം പലതവണ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഒട്ടും നീതിപൂർവ്വമല്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെ ആ ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ട് തന്നെ CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനുശേഷം ആ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിലേക്ക് സർക്കാർ പോകുന്നു. അവിടെയും സർക്കാർ തിരിച്ചടി നേരിടുന്നു. എന്നാൽ അവിടെ നിന്നും സർക്കാർ പാഠം പഠിക്കുന്നില്ല, മറിച്ച് നേരെ സുപ്രീം കോടതിക്ക് പോകുന്നു. സുപ്രീം കോടതി വിശദമായിട്ടുള്ള വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നു. ഒപ്പം ആ കേസിന്റെ മുഴുവൻ വിവരങ്ങളും CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം, കർശനമായിട്ടുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇങ്ങനെ എല്ലാം തന്നെയായിരുന്നു ഈ കേസിന്റെ നാൾവഴികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത്തരത്തിൽ ഈ വലിയ രീതിയിലുള്ള സർക്കാരിനെതിരെ വിമർശനം, സർക്കാരിനെ പ്രതികൂട്ടിലാക്കി നിർത്തുന്ന സംഭവം ഈ കേസിനാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. 14 പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരാണ് എന്നുള്ളതാണ്. മുൻ MLA KV കുഞ്ഞിരാമനും ഈ കേസിൽ കുറ്റക്കാരനാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. 10 പേരെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട് CBI കോടതി എന്നതും ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ പറയാം. പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇവരുടെ ശിക്ഷാവിധി അത് എന്തായാലും ഉടൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. അത് ഇന്നായിരിക്കത്തില്ല, മറ്റൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യഘട്ടത്തിലും പറഞ്ഞിരുന്നത്. അതിനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവ്യ. തീർച്ചയായും പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് കോടതി. 14 പ്രതികൾ കുറ്റക്കാർ, 10 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. 20-ാം പ്രതിയായ മുൻ ഉദുമ MLA KV കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണത്തിൽ 14 പ്രതികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരുന്നത്. പിന്നീടാണ് കേസിൽ CBI ഇടപെടുന്നതും 24 പ്രതികളെ ചേർത്തുകൊണ്ടുള്ള കൂടുതൽ CPIM പാർട്ടി പ്രവർത്തകരെയും നേതാക്കളും അടക്കം 24 പ്രതികളെ ചേർത്തുകൊണ്ടുള്ള വിശദമായ കുറ്റപത്രം സമർപ്പിക്കുന്നതും. ഇപ്പോൾ നിലവിൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്ന ഈ 14 പ്രതികൾ ആദ്യഘട്ടത്തിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളവർ തന്നെയാണോ? തീർച്ചയായും ക്രൈംബ്രാഞ്ച് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ കുറ്റക്കാരാണ് എന്നുള്ള നിലയിലേക്ക് കോടതിയുടെ കണ്ടെത്തലിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിൽ 14 പ്രതികൾ ഉണ്ടായിരുന്നു ആദ്യം. അതിനുശേഷം CBI അന്വേഷണം വരുന്നു. തുടർന്ന് പ്രതികളുടെ എണ്ണം 24 ആകുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന, വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു CBIയുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സംഭവം നടക്കുന്നത് വൈകിട്ട് ഈ ഫെബ്രുവരി മാസം വൈകിട്ട് 7 മണിയോടുകൂടിയാണ്. പക്ഷേ 2 മണി മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ വലിയ രീതിയിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് കോടതി കണ്ടെത്തുകയും ആ നിലയ്ക്കുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സിദ്ദിഖ് MLA നമ്മളോടൊപ്പം